രാവിലെ പൊഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ അഭിമുഖ് പുതിയ കട്ടിംഗ് ബോർഡ് വാങ്ങിയപ്പോൾ അതിൽ കട്ട് ചെയ്യണമെന്നും അത് ഉണ്ടാക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ അവളെ കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളക്കാനൊക്കെ കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 മുട്ടയൊക്കെ പൊട്ടിച്ചൊടിച്ച് അങ്ങനെ പൊഹ ഉണ്ടാക്കാൻ ഉള്ള വിചാരത്തിൽ ഉണ്ടാക്കിയെങ്കിലും പക്ഷേ പാളിപ്പോയി കേട്ടോ. കാരണം ഞാൻ സാധാരണ പാക്കറ്റിലെ പൊഹയാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇത്തവണ ഞാൻ പൊഹ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇട്ടത് ഈ ലൂസ് വരുന്ന പൊഹയുണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ടത് കേട്ടോ. അത് കട്ടി കുറവായത് കാരണം അത് ഒത്തിരി കുഴഞ്ഞു പോയി കേട്ടോ. അങ്ങനെ കുഴഞ്ഞു പോയതുകൊണ്ട് പിന്നെ ആ ഫുഡല്ലേ വെറുതെ കളയാനും വിഷമം വരുന്നു. അതുകൊണ്ട് പിന്നെ അത് കുറച്ച് റവയും കൂടെ ചേർത്ത് കുഴച്ച് ഒരു കട്ട്ലറ്റ് പോലെ ചുമ്മാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ സംഭവം നല്ലതായിരുന്നു കേട്ടോ. കാരണം അതിനകത്ത് തക്കാളിയും മുട്ടയും എന്താ പറയുക റവയും അവലും എല്ലാം കൂടെ ചേർന്നൊരു ഇതാക്കിയതല്ലേ. അപ്പം കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പാളിപ്പോണ കുക്കിംഗ് ആണല്ലോ അടുത്തൊരു റെസിപ്പിയായിട്ട് മാറുന്നതെന്ന് പറയില്ലേ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് അമരയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കിയാണ് കേട്ടോ. ചുമ്മാ കുറുകി എടുക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു ഉച്ചക്കത്തേക്ക് കേട്ടോ. പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ചേട്ടായി കടയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് ഫ്രൂട്ട് സലാഡ് പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നേ. എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ചൂടത്തൊക്കെ ഒരു ഫ്രൂട്ട് സലാഡ് കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ, അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ തക്കാളി ചട്നി മുട്ട പൊരിച്ചതും അമരയ്ക്ക മെഴുക്കുവരട്ടിയും കൊണ്ടാട്ടവും ഒക്കെ കൂട്ടി ഉച്ചക്കത്തെ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് കപ്പലിൽ പെരുന്നാളിൻ്റെ നവനാൾ കുർബാനയും നൊവേനയൊക്കെ തുടങ്ങി. അപ്പോൾ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയിട്ട് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ വൈകിട്ട് കപ്പലിൽ നമുക്ക് കുർബാനയ്ക്ക് പോകണം. കുർബാന നൊവേനയുണ്ട്. പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് കഞ്ഞിയുണ്ട് കേട്ടോ. അങ്ങനെ ശനിയാഴ്ച വൈകിട്ട് പള്ളിയിലൊക്കെ പോയി നൊവേനയും കുർബാനയൊക്കെ കൂടി കഞ്ഞിയെ കുടിച്ചിട്ട് വന്നു. പിന്നെ ഞായറാഴ്ച രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ക്യാരറ്റും ഒക്കെ ഇടുവേ. പക്ഷെ ഞാൻ എല്ലാ ഉപ്പുമാവിനും ഞാൻ ഇഞ്ചി അരിഞ്ഞിടും കേട്ടോ. പക്ഷേ ചിലരൊന്നും ഇടാറില്ലേ. പക്ഷേ ഇഞ്ചി ഇടുന്നൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും ചെറിയൊരു സവാള അരിഞ്ഞിട്ടു, ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വഴറ്റി എടുത്തു. ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് മഡോണയുടെ പാക്കറ്റുകൾ എന്തും സ്ഥിരമായിട്ട് വാങ്ങുന്ന പാക്കറ്റുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ മഡോണയുടെ റവയാണ്. റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വറക്കാനൊന്നും തന്നെയൊന്നുമില്ല. ചില സമയത്ത് റോസ്റ്റഡാണെങ്കിലും ചില സമയത്ത് വറക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് റവയൊക്കെ ഇട്ട് പിന്നെ ഇത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ ഞായറാഴ്ചയും രാവിലെ കുർബാനയ്ക്ക് പോയില്ല. വൈകിട്ട് കപ്പള്ളിയിൽ നമ്മുടെ പെരുന്നാളിൻ്റെയൊക്കെ നൊവേനയും കുർബാനയൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് കപ്പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചിനും ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അഭിമോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് 2 ഏലക്കയും പൊടിച്ചിട്ടു, പിന്നെ ഇഞ്ചിയും ചതച്ചിട്ടേക്കുന്നത് ഞാൻ. അങ്ങനെ ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കുന്നത് അഭിക്ക് ഇഷ്ടമാണ് കേട്ടോ. അടുത്തപ്പോൾ അവർക്ക് പാല കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ കൂടെ അന്ന് പാല് വേണ്ട, ചായ മതിയെന്ന് പറഞ്ഞു. ഇഞ്ചി ഏലക്കയിട്ട് ചായ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചി ഏലക്കയൊക്കെ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഉപ്പുമാവും കടലക്കറിയും കൂട്ടിയൊക്കെ ഞായറാഴ്ചത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ. രാവിലെ ചേട്ടായി കടയിൽ പോയപ്പോൾ ചൂടൻ പൊറോട്ട അടിക്കുന്നത് കണ്ടപ്പം എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ചേട്ടായി ചൂടൻ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നേ. അങ്ങനെ ആദ്യം പറഞ്ഞ് ഞാനും കഴിച്ചു, ഒരെണ്ണം അപ്പൂസും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടായി മിക്സ്ഡ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അപ്പൂസിന് പിന്നെ ആര് കുക്ക് ചെയ്യാൻ കയറിയാലും അപ്പൂസിനും കൂടെ നിന്ന് കുക്ക് ചെയ്യണം, അവനെ ഇളക്കണം, അങ്ങനെ കുറേ കലാപരിപാടികൾ അവൻ ചെയ്യണം കേട്ടോ. അപ്പം അവനെയും കൂടെ വന്നിട്ട് എനിക്ക് ഇളക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവന് ഇടയ്ക്ക് ഇളക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടയുടെ ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് കുതിരാനായിട്ട്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേട്ടൻ ഇങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുവാണേ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.